സഹോദരി, നിങ്ങളുടെ ഭർത്താവിനെ കാണാതായിട്ട് 10 വർഷമായി. അയാൾ എന്നിൽ നിന്ന് ധാരാളം പണം കടം വാങ്ങിയിരുന്നു. ഈ സ്കൂൾ 5 വർഷത്തേക്ക് എന്റെ പക്കൽ പണയപ്പെടുത്തിയിരുന്നു. 10 വർഷമായി. അതിനനുസരിച്ച് ഇപ്പോൾ ഈ സ്കൂൾ ഇനി എന്റേതാ. പ്രധാൻജി അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ ഈ സ്കൂൾ പ്രവർത്തിക്കുന്നു പോലുമില്ല. താങ്കൾ ഈ സ്കൂൾ നമ്മളിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ അമ്മയും മകളും എന്ത് ചെയ്യും? ഞങ്ങൾ ഈ സ്കൂളിൽ തന്നെയാണ് താമസിക്കുന്നത്. സ്കൂളിന്റെ കാര്യമാണെങ്കിൽ ഞാൻ ഈ സ്കൂൾ വീണ്ടും തുറന്നു പ്രവർത്തിപ്പിക്കും. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ തൂത്തുവാരുവാനുള്ള ജോലി ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് താമസിക്കുവാനുള്ള സൗകര്യവും തരാം. അത് വിടൂ അമ്മേ. ഇതുപോലുള്ള അത്യാഗ്രഹികളുടെ വാക്ക് കേട്ടാൽ നമ്മളും അവരെ പോലെയാകും. ഇപ്പോ മുട്ടയിൽ നിന്ന് വിരിഞ്ഞില്ല. അതിനു മുന്നേ നിന്റെ നാവ് ചലിക്കാൻ തുടങ്ങിയോ? ഈ ഗ്രാമത്തിലെ വലിയ ആണുങ്ങൾ പോലും എന്റെ മുന്നിൽ സംസാരിക്കില്ല. നീ ഇതുവരെ സ്ത്രീയെ ശരിയായി തിരിച്ചറിഞ്ഞിട്ടില്ല. സ്ത്രീകൾ വളരെ ദുർബലരും നിസ്സഹായരുമാണ് എന്നല്ലേ നീ കരുതുന്നത്? അത് ചരിത്രത്തിൽ നമ്മളെക്കുറിച്ച് ഭീരുക്കളായ ആളുകൾ ഇത്തരം കാര്യങ്ങൾ എഴുതിയിട്ടുള്ളതുകൊണ്ടാണ്. ഒരു ദിവസം ഈ സ്കൂൾ അടിച്ചു വാരാൻ പോലും നീ കൊതിക്കും. എന്നാൽ നിനക്ക് ഞാൻ ആ ജോലി പോലും നൽകില്ല. വരൂ അമ്മേ. നേഹ തന്റെ അമ്മയുടെ കൈയും പിടിച്ച് അവിടെ നിന്ന് പോയി. പാവപ്പെട്ട രണ്ടുപേരും കാൽനടയായി അലഞ്ഞു തിരിയാൻ തുടങ്ങി. മോളെ, ഇത്ര വലിയ കാര്യങ്ങൾ പ്രധാൻജിയോട് പറയേണ്ട ആവശ്യം എന്തായിരുന്നു? അയാൾ ഒരു നല്ല മനുഷ്യനാണ്. അയാൾ നല്ല മനുഷ്യനല്ല എന്ന് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. ഒരു ദിവസം ഞാൻ മുഴുവൻ ഗ്രാമത്തെയും പ്രധാനിൽ നിന്ന് മോചിപ്പിക്കും. അതിനുശേഷം എന്റെ പിതാവിനെയും കണ്ടുപിടിക്കും. എന്നാൽ നേഹെ, നമ്മൾ എവിടെ താമസിക്കും? രാത്രിയാകാൻ പോകുന്നു. റോഡിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമോ? അമ്മേ, ഞാൻ മുഴുവൻ പ്ലാനും തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് ആ കാടിനുള്ളിലേക്ക് പോയി അവിടെ കൂടാരം കെട്ടി താമസിക്കാം. നേഹ തന്റെ അമ്മയും കൊണ്ട് കാട്ടിനുള്ളിലേക്ക് പോയി. രണ്ടുപേരും തടിക്കഷ്ണങ്ങളും പഴയ സാരികളും കൊണ്ടൊരു നല്ല ടെന്റ് ഉണ്ടാക്കി. പിന്നീട് അവൾ മണ്ണുകൊണ്ടൊരടുപ്പുമുണ്ടാക്കി. വൈകുന്നേരം നേഹ നദിയിൽ നിന്ന് കുറച്ച് മീനുകളെ പിടിച്ചുകൊണ്ടുവന്നു. അതേ അടുപ്പിൽ ആഹാരമുണ്ടാക്കി. ആഹാരമെല്ലാം കഴിച്ച് അവർ കൂടാരത്തിനുള്ളിൽ വിശ്രമിച്ചു. അമ്മേ, ഞാൻ ഓൺലൈനായി കുട്ടികളെ പഠിപ്പിച്ചിരുന്നില്ലേ? ഇനി ഞാൻ ഇവിടെ ഇരുന്നും കുട്ടികളെ അതുപോലെ പഠിപ്പിച്ചു തുടങ്ങാം. ഈ കാട്ടിലാകുമ്പോൾ നിനക്ക് സമാധാനമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യാം. അടുത്ത ദിവസം നേഹ മൊബൈലിൽ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കുകയായിരുന്നു. അതിനിടയിൽ നേഹ കുട്ടികളോട് പറഞ്ഞു, കുട്ടികളെ, നിങ്ങൾ എന്റെ സ്റ്റുഡൻസ് മാത്രമല്ല, എന്റെ ഒരു സൈന്യം കൂടിയാണ്. ഇപ്പോൾ ഞാൻ ഈ കാട്ടിലാണ് താമസിക്കുന്നത്. എല്ലായിടത്തും പച്ചപ്പും സമാധാനവും. ഈ വീഡിയോ കഴിയുന്നത്ര ആളുകളിലേക്ക് ഷെയർ ചെയ്യൂ. എന്തെന്നാൽ ഞാൻ ഇനി ഈ കാട്ടിൽ കുട്ടികളെ ഫ്രീ ആയി പഠിപ്പിക്കും. ഏതൊക്കെ കുട്ടിയുടെ കയ്യിലാണ് കൊടുക്കാൻ ഫീസ് ഇല്ലാത്തത്? അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഭാവനഗർ കാട്ടിലേക്ക് വരാം. അവരെ ഞാൻ ഫ്രീ ആയി പഠിപ്പിക്കും. മാഡം, ഇത് വളരെ നല്ലൊരു ആശയമാണ്. എന്റെ വീട്ടിനടുത്ത് ഒരു കൂട്ടം യാചകരുണ്ട്. അവിടുത്തെ കുട്ടികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവരുടെ കയ്യിൽ കൊടുക്കാൻ ഫീസ് ഇല്ല. ഞാൻ എല്ലാരെയും കൂട്ടി നാളെ വരാം. ശരി സാവിത്രി, നാളെ നീ അവരെ കൊണ്ടുവരൂ. ഞാൻ കാത്തിരിക്കാം. നമുക്ക് പഠിക്കാൻ തുടങ്ങാം. ഔറംഗസീബിന്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാം. കുട്ടികളെ പഠിപ്പിച്ചതിനു ശേഷം നേഹ തടികൾ കൊണ്ടൊരു ബോർഡുണ്ടാക്കി. എന്നിട്ട് അടുപ്പിൽ കുറച്ച് തടിക്കഷ്ണങ്ങൾ കത്തിച്ച് അതിന്റെ കറുത്ത ചാരം കൊണ്ട് ഒരു ബ്ലാക്ക് ബോർഡ് ഉണ്ടാക്കി. രാവിലെ ആയപ്പോഴേക്കും അത് ഉണങ്ങി. പുറത്തുപോയി അവൾ ചോക്കും കൊണ്ടുവന്നു. മോളെ, കൂടാരത്തിനു പുറത്തൊരു ക്ലാസ് മുറി തന്നെ ഉണ്ടാക്കി. എല്ലായിടവും നന്നായി വൃത്തിയാക്കി. ഇനി ഈ ബ്ലാക്ക് ബോർഡ് വളരെയധികം ഭംഗിയുള്ളതാണ്. നമ്മുടെ സ്കൂളിൽ ഉണ്ടായിരുന്നത് പോലെ. അമ്മേ, ഞാൻ പ്രിൻസിപ്പലിന്റെ മോളാണ്. ഇതൊക്കെ എനിക്ക് വളരെ നിസ്സാരമാണ്. കുറച്ചു സമയത്തിന് ശേഷം അവളുടെ സ്റ്റുഡന്റ് സാവിത്രി ഒരുപാട് പാവപ്പെട്ട കുട്ടികളുമായി അവിടേക്ക് വന്നു. നേഹ ആ കുട്ടികളെ എല്ലാ ദിവസവും സൗജന്യമായി പഠിപ്പിക്കുവാൻ തുടങ്ങി. പഠിപ്പിക്കുന്ന സമയം അവൾ മൊബൈലിൽ ലൈവ് ആയിരുന്നു. നേഹ കാട്ടിനുള്ളിൽ കുട്ടികളെ ഫ്രീ ആയി പഠിപ്പിക്കുന്നു എന്ന കാര്യം കുറച്ചു മാസങ്ങൾക്കുള്ളിൽ രാജ്യത്തുടനീളം വ്യാപിച്ചു. കോടിക്കണക്കിന് വ്യൂസ് വന്നതുകൊണ്ട് അവൾ നല്ലൊരു തുക സമ്പാദിക്കാൻ തുടങ്ങി. ഒരു ദിവസം ആ കാട്ടിൽ വളരെ വലിയൊരു ബിസിനസ്സുകാരൻ വന്നു. നേഹാജി, നിങ്ങൾ ഒരുപാട് പേർക്ക് ഒരു പ്രചോദനമാണ്. നിങ്ങൾക്കൊരു വീടോ സ്കൂളോ ഇല്ല. എന്നിട്ടും നിങ്ങൾ ഇത്രയും അധികം കുട്ടികളെ ഫ്രീ ആയി പഠിപ്പിക്കുന്നു. ഞാൻ താങ്കളോടൊപ്പം ചേർന്ന് ഒരു സ്കൂൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. മുഴുവൻ ഇൻവെസ്റ്റ്മെന്റും എന്റെ ഭാഗത്തു നിന്നായിരിക്കും. അതിന്റെ പ്രയോജനം നമുക്ക് രണ്ടുപേർക്കും ലഭിക്കും. മിസ്റ്റർ ആദിത്യ, നിങ്ങൾക്ക് ഇതുവരെ എന്നെക്കുറിച്ച് അറിയില്ല. എന്റെ അച്ഛന് വളരെ വലിയൊരു സ്കൂൾ ഉണ്ടായിരുന്നു. നേഹ തന്റെ മുഴുവൻ കഥയും ആദിത്യനോട് പറഞ്ഞു. അതിനുശേഷം നേഹയും ആദിത്യയും ചേർന്ന് ആ പ്രധാനെതിരെ ഒരു പ്ലാൻ തയ്യാറാക്കി. അടുത്ത ദിവസം ആദിത്യ പ്രധാൻജിയുടെ മാളികയിലേക്ക് എത്തി. അയാളുടെ കൂടെ സെക്യൂരിറ്റിയും ബോഡി ഗാർഡ്സും ഉണ്ടായിരുന്നു. താങ്കൾ വലിയ ആളാണെന്ന് തോന്നുന്നു. എന്താ, നിങ്ങൾ ആരാണെന്ന് പറയുമോ? നോക്കൂ, ഞാൻ ലണ്ടനിൽ നിന്ന് വന്നതാണ്. ഞാൻ ഈ ഗ്രാമത്തിൽ ഒരു ഫാക്ടറി നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന് താങ്കളുടെ പെർമിഷനും ഭൂമിയും വേണം. മാനേജർ, ഇദ്ദേഹത്തിന് 2 കോടി രൂപ നൽകി പെർമിഷൻ ലെറ്ററിൽ സിഗ്നേച്ചർ വാങ്ങിക്കേ. 2 കോടി രൂപ കണ്ടപ്പോൾ പ്രധാനിന്റെ മനസ്സിൽ അത്യാഗ്രഹം തോന്നി. അയാൾ നോക്കുക പോലും ചെയ്യാതെ പേപ്പറിൽ സൈൻ ചെയ്തു. അടുത്ത ദിവസം ആദിത്യ നേഹയോടൊപ്പം സ്കൂളിലെത്തി. മുനീമും പ്രധാനും അവിടെയുണ്ടായിരുന്നു. പ്രധാൻ, ഇന്ന് ലോകം മുഴുവൻ ഞാൻ അറിയപ്പെടുന്നു. നിങ്ങൾക്കത് ഇതിനകം അറിയാം. മിണ്ടാതെ ഈ ഗ്രാമത്തിൽ പുറത്തേക്ക് പോകൂ. ഇപ്പോൾ ഈ സ്കൂള് എന്റെ പേരിലായി കഴിഞ്ഞു. നിങ്ങളുടെ മുഴുവൻ വയലും നിങ്ങളുടെ മാളികയും എല്ലാം എന്റെ പേരിലായി കഴിഞ്ഞു. ഇത് നോക്ക്, ഈ പേപ്പറുകൾ നിങ്ങളല്ലേ സൈൻ ചെയ്തത്? അതിനർത്ഥം നിങ്ങൾ എന്നെ ചതിച്ചു എന്നല്ലേ? ചതിയനോട് ചതിയല്ലാതെ ആരതി ഒഴിയുമോ? പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഓടിക്കോ.
അല്ലെങ്കിൽ ഇപ്പോൾ പോലീസിനെയും മിലിറ്ററിയെയും എല്ലാം വിളിക്കും. നിവൃത്തിയില്ലാതെ പ്രധാന് ആ ഗ്രാമം വിട്ടു പോകേണ്ടി വന്നു. അയാളുടെ മാളികയും വയലും സ്കൂളും എല്ലാം നേഹയുടെ പേരിലായി കഴിഞ്ഞിരുന്നു. പതിയെ പതിയെ രാത്രിയായി. നേഹയും അവളുടെ അമ്മയും ആദിത്യനും സ്കൂളിൽ എൻ്റർ ചെയ്ത ഉടൻ പെട്ടെന്ന് അവിടെ ഒരു ശക്തമായ മഞ്ഞ വെളിച്ചം വന്നു. അതിനാൽ സ്കൂൾ മുഴുവൻ സ്വർണമായി മാറി. സ്കൂളിലെ എല്ലാ ബെഞ്ചുകളും വെള്ളിയായി മാറി. ഇതെന്ത് അത്ഭുതമാണ്! മുഴുവൻ സ്കൂളും സ്വർണവും വെള്ളിയുമായി മാറി. അപ്പോഴേക്കും അവിടെ നേഹയുടെ പിതാവിന്റെ ആത്മാവ് പ്രത്യക്ഷപ്പെട്ടു. മമത, നേഹ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്തതിൽ ഇന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ പ്രിൻസിപ്പൽ എന്നെ തട്ടിക്കൊണ്ടുപോയി ഈ സ്കൂളിലെ ജയിൽ മുറിയിൽ പൂട്ടിയിട്ടു. നിങ്ങളിൽ നിന്ന് ഈ സ്കൂൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഞാൻ രക്ഷപ്പെടുന്നതിന് വേണ്ടി സ്വയം ഒരുപാട് ശ്രമിച്ചു. പക്ഷെ കഴിഞ്ഞില്ല. ഈ ലോകം വിട്ടുപോയി. എന്നാൽ ഇപ്പോൾ എനിക്ക് ശാന്തി കിട്ടി. ഇത്തരത്തിൽ താങ്കൾക്ക് നമ്മെ ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല. പപ്പ ഭഗവാനോട് പറഞ്ഞ് താങ്കൾ തിരിച്ചു വരൂ. ഇതെല്ലാം ഞാൻ അങ്ങയെ തിരിച്ചു കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. മോളെ, ഞാൻ ഭഗവാനോട് ഒരുപാട് പറഞ്ഞു നോക്കി. പക്ഷേ അദ്ദേഹം എന്റെ വാക്കുകൾ കേട്ടില്ല. അതിനു പകരമായി ഭഗവാൻ നമ്മുടെ സ്കൂളിനെ സ്വർണവും വെള്ളിയുമാക്കി മാറ്റി. ഇനി ഈ സ്കൂൾ കാണുവാൻ വേണ്ടി വിദേശത്തു നിന്നും ദേശത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകളെത്തും. സ്കൂൾ കാണുന്നതിന് വേണ്ടി നിനക്ക് ആളുകളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ചാർജ് ചെയ്യാം. നീ ബിസിനസ് മൈൻഡാണ്. ഞാനൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇത്രയും പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആത്മാവ് അവിടെ നിന്ന് അപ്രത്യക്ഷമായി. നേഹ തന്റെ അമ്മയോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു. ആദിത്യ സ്വർണത്തിന്റെയും വെള്ളിയുടെയും സ്കൂളിനടുത്ത് തന്റെ പുതിയൊരു സ്കൂൾ തുറന്നു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഞാൻ വലിയ ബിസിനസ്മാനൊക്കെ ആയി. പക്ഷേ എനിക്ക് വേറെ ആരുമില്ല. എനിക്കും സ്വന്തമായ ഒരു കുടുംബം വേണം. എനിക്ക് തോന്നുന്നത് നിന്നേക്കാൾ നല്ല പെൺകുട്ടി എനിക്ക് വേറെ ലഭിക്കില്ല എന്നാണ്. എന്താ, എന്നെ വിവാഹം കഴിക്കുമോ? ആദിത്യ, എനിക്ക് നിങ്ങളുടെ നേച്ചറും ബിഹേവിയറും വളരെ ഇഷ്ടമാണ്. എന്നാൽ താങ്കൾ എന്റെ അമ്മയിൽ നിന്ന് അനുവാദം വാങ്ങിക്കണം. അമ്മ എല്ലാം കേട്ടു. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കണമെന്ന് ഞാൻ എപ്പോഴേ ആഗ്രഹിക്കുന്നു. നിങ്ങൾ രണ്ടുപേരുടെയും ജോഡി സൂപ്പറാണ്. നാളെ തന്നെ പണ്ഡിറ്റിനെ വിളിച്ച് തീയതി കുറിക്കാം. അടുത്ത ദിവസം തന്നെ മമത പണ്ഡിറ്റ്ജിയെ വിളിച്ചു. പണ്ഡിറ്റ്ജി രണ്ടുപേരുടെയും ജാതകം നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും വളരെ മുന്നേ വിവാഹം കഴിക്കേണ്ടതായിരുന്നു. അടുത്ത 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ വിവാഹം കഴിച്ചില്ലെങ്കിൽ 10 മാസം വരെ വേറെ ഒരു മുഹൂർത്തവും ഇല്ല. താങ്കൾ അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. നമ്മൾ മറ്റന്നാൾ തന്നെ വിവാഹം കഴിക്കാം. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് നേഹ ആദിത്യയെ വിവാഹം കഴിച്ച് ആ ഗ്രാമത്തിൽ തന്നെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ തുടങ്ങി. യഹം യഹം ഹുഷ് ഹുഷ് ചട്പടാക് ദം ദം ചട്പടാക് ദം ദം. നോക്കൂ, ഈ വസ്ത്രം ഇപ്പോൾ മാന്ത്രികമായി. എന്നാൽ അമ്മ, ഇത് കറുത്തതല്ലേ? ഇതിൽ ഞാൻ കറുത്ത മന്ത്രവാദം ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുണിയുടെ നിറവും കറുപ്പാകില്ലേ മണ്ടിക്കൊച്ചേ? അയ്യോ അയ്യോ, ദേഷ്യപ്പെടല്ലേ. ഇവളൊരു പാവമാ. നിങ്ങൾ അതെന്റെ കയ്യിലേക്ക് തരൂ. ഇതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുമല്ലോ, അല്ലേ? മായയുടെ മന്ത്രവാദത്തെ സംശയിക്കുന്നോ? വേണ്ട, അതെനിക്ക് തിരിച്ചു തന്നേക്ക്. അയ്യോ ഇല്ല ഇല്ല, എനിക്ക് നിങ്ങളെ വലിയ വിശ്വാസമാ. ശരി, എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് പോകുക. ജയ് ഹോ മായമ്മ. ഇത് പറഞ്ഞ് വിനീത മകൾ രവീണയുടെ കൈപിടിച്ച് ആ പേടിപ്പെടുത്തുന്ന മുറിയിൽ നിന്നും പോയി. എന്നാൽ പെട്ടെന്ന് തറയിലിരുന്ന മായ തന്റെ കയ്യിലുണ്ടായിരുന്ന പാത്രം തറയിൽ അടിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് മനസ്സിലായി മായ ദേഷ്യം കൊണ്ടാണ് അതടിച്ച് ശബ്ദമുണ്ടാക്കുന്നതെന്ന്. അയ്യോ ക്ഷമിക്കണം അമ്മേ, ഞാൻ മറന്നുപോയതാ. ഞാൻ ദക്ഷിണ കൊണ്ടുവന്നതാണ്, എന്നാൽ വയ്ക്കാൻ മറന്നുപോയി. അപ്പോൾ വിനീത തന്റെ ബാഗിൽ നിന്നും ഒരു കെട്ട് നോട്ട് പുറത്തെടുത്ത് അത് മായയുടെ പാത്രത്തിൽ വെച്ചു. പിന്നെ ഒന്നും മിണ്ടാതെ രവീണയുടെ കൂടെ അവിടെ നിന്നും പോയി. ആരാണീ മായ? രവീണയ്ക്ക് എന്തിനാണ് അവർ കറുത്ത തുണി കൊടുത്തത്? സത്യത്തിൽ അത് മായാജാല തുണിയാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കേൾക്കുന്നതിന് മുൻപ് നമുക്ക് മനസ്സിലാക്കാം വിനീതയും രവീണയും ആരാണെന്ന്, അവർക്കിതിന്റെ ആവശ്യം എന്താണെന്ന്. അമ്മേ നോക്കിക്കേ, ഇന്നും അവളെ കാണാൻ സുന്ദരിയായിട്ടുണ്ട്. അമ്മയുടെ മുൾട്ടാണിമിട്ടിക്ക് ഒരു ഗുണവുമില്ല. ശരി, ഇങ്ങോട്ട് വാ, ഇന്ന് വേറെ എന്തെങ്കിലും നോക്കാം. അയലത്തുള്ള അമ്മായി എനിക്കൊരു വിദ്യ പറഞ്ഞു തന്നിട്ടുണ്ട്. വേണ്ടമ്മേ നിർത്ത്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്കല്ല, അവൾക്കാണ് ചെയ്തു കൊടുക്കേണ്ടത്. എന്നുവെച്ചാൽ ഞാൻ അവൾക്ക് എന്ത് ചെയ്തു കൊടുക്കാനാ? എങ്ങനെയെങ്കിലും അവളെ വിരൂപിയാക്കണം. മതി, അങ്ങനെ ചെയ്താൽ എല്ലാവർക്കും ഞാൻ സുന്ദരിയായി കാണപ്പെടും. മീന രവീണയുടെ കൂടെ പിറക്കാത്ത അനുജത്തിയാണ്. രവീണയുടെ പിതാവ് കേദാർ 1 വർഷം മുൻപ് മരിച്ചു. അങ്ങനെ മീനയുടെ ചുമതല വിനീതയെ ഏൽപ്പിച്ചു. ഇതിൽ ചിന്തിക്കാൻ എന്താണമ്മേ? നമ്മൾ എന്തിനാ അവളുടെ കൂടെ ജീവിക്കണം? അയ്യോ മോളെ, അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കൊരു വേലക്കാരിയുണ്ടല്ലോ, അതൊരു ഗുണം തന്നെയല്ലേ? അതുമല്ലാതെ നിന്റെ അച്ഛൻ ഒരു പണിയും കൂടെ പറ്റിച്ചിട്ടാണ് പോയത്. അയാളുടെ പകുതി സ്വത്ത് അവളുടെ പേരിലാണ്. എപ്പോൾ ആ സ്വത്തുക്കളെല്ലാം നമ്മളുടെ കൈകളിലേക്ക് വരുന്നോ
അതുവരെ നമ്മളുടെ കൂടെ താമസിപ്പിച്ചേ പറ്റൂ. മീന അങ്ങനെ അവർക്കൊപ്പം ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. എന്നാൽ വീട്ടിലവളുടെ അവസ്ഥ വേലക്കാരിയേക്കാൾ മോശമാണ്. അവൾ ദിവസവും ഒരുപാട് ജോലി ചെയ്യണം. എന്നാൽ പകരം അവൾക്ക് പഴകിയ ഭക്ഷണം പോലും കിട്ടില്ല. ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകുമെന്ന് അവൾ പ്രതീക്ഷിച്ചതേയില്ല. ഇങ്ങനെയൊക്കെയായിരുന്നാലും മീന ശ്രദ്ധിക്കുമായിരുന്നു തന്റെ സൗന്ദര്യം എല്ലാവരും വർണ്ണിക്കുന്നത്. എന്നാൽ ഇത് രവീണയുടെ തലയിൽ ഒരു മുൾക്കിരീടം പോലെയായിരുന്നു. അമ്മ ഇത് കേൾക്ക്. എന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് മുൻപ് മീനയുടെ മുഖം വികൃതമാകണം. കുറച്ച് ചൂട് എണ്ണയെടുത്തൊഴിക്ക്. ഇനി ഇങ്ങനെ വല്ലതും നോക്കിയാലേ പറ്റൂ. വേണ്ട മോളെ, നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. മറന്നുപോയോ ആ വക്കീല് പറഞ്ഞ കാര്യങ്ങൾ? നമ്മളുടെ കൂടെ താമസിക്കുമ്പോൾ അവൾക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. അവളുടെ പേരിലുള്ള പകുതി സ്വത്തുക്കൾ നമുക്ക് കിട്ടുകയേയില്ല. എന്നാൽ അമ്മേ, എനിക്കിതൊന്നും സഹിക്കാനേ പറ്റുന്നില്ല. എല്ലാവരും അവളെ തന്നെയാണ് നോക്കി നിൽക്കുക. കളിയാക്കാൻ പോലും എന്നെ ആരും നോക്കില്ല. അമ്മേ, എന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് എല്ലാ ഫ്രണ്ട്സിന്റെ കൂടെ റോണിത്തും വരുന്നുണ്ട്. അവൻ അവളെ കണ്ടു കഴിഞ്ഞാൽ പറ്റില്ലമ്മേ. അമ്മ ഒരു കാര്യം ചെയ്, പാർട്ടി കഴിയുന്നതുവരെ അവളെ ഏതെങ്കിലും മുറിയിൽ അടച്ചിട്. അത് ശരി. അപ്പോൾ പാർട്ടിയിലെ ജോലിയൊക്കെ ആര് ചെയ്യും? നീയൊന്നും മിണ്ടാതിരിക്കും, ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കട്ടെ. നീ എന്റെ കൂടെ വാ. വിനീത രവീണയോടൊപ്പം മായയുടെ അടുത്തേക്ക് പോയി. അവർ എന്തോ മന്ത്രവാദം ചെയ്യുകയായിരുന്നു. നിനക്കറിയാമല്ലോ നിന്റെ വളർത്തുമകളുടെ നേരെ മാന്ത്രിക വിദ്യ ചെയ്ത് അവളെ വിരൂപയാക്കാൻ പറ്റുമെന്ന്. ശരിയാക്കി തരാം, പക്ഷേ ദക്ഷിണ കൂടുതലായിരിക്കും. അതിനെക്കുറിച്ച് വിഷമിക്കണ്ട മായേ. നിങ്ങൾക്ക് നിങ്ങളുടെ ദക്ഷിണ ഞാൻ തരും. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന മാന്ത്രികത്തിൽ മീന വിരൂപയായി മാറണം. എന്നാൽ എൻ്റെ രവീണ വളരെ സുന്ദരിയായി കാണപ്പെടണം. ശരിക്കും ഒരു മാലാഖയെ പോലെ തോന്നിക്കണം. ശരി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. ഞാൻ മാന്ത്രികം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു തുണി നിങ്ങൾക്ക് തരാം. അതിൻ്റെ ഒരു ഭാഗം നിന്റെ വളർത്തുമകൾക്ക് കൂടിയുള്ളതാണ്, മറ്റൊന്ന് നിന്റെ മകൾക്ക് വേണ്ടിയുള്ളതും. എന്നാൽ തുണി ഉപയോഗിച്ച് മീനയുടെ മുഖം എങ്ങനെ വികൃതമാകും? ആ 2 തുണികളും നിങ്ങൾ 2 സഹോദരിമാരും ഇടണം. എന്നാൽ ഇടേണ്ടത് അവരവർക്കുള്ളതായിരിക്കണം. വിനീതയും രവീണയും എല്ലാ ജാലങ്ങളും ചോദിച്ചറിഞ്ഞു. മായ കൊടുത്ത കറുത്ത തുണി അവർ പുറത്തേക്കെടുത്ത് നോക്കിയപ്പോൾ അത് പകുതി മുറിച്ചിരുന്നു. ഒന്നിൽ മീനയുടെ പേരും മറ്റൊന്നിൽ രവീണയുടെ പേരുമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം, ഇതെന്താണമ്മേ, 2 തുണിയുടെ നിറവും ഒന്ന്, നോക്കിയാൽ 2 ഗൗണും ഒരുപോലെ തന്നെയുണ്ട്. എങ്ങനെ മനസ്സിലാക്കും ഏതാണ് എനിക്കുള്ളത് പിന്നെ അവൾക്കുള്ളതെന്ന്? അയ്യോ എളുപ്പമാ, ഇവിടെ നോക്ക്. നിന്റെ ഗൗണിൽ സ്വർണ്ണ ബട്ടണാണ് വെച്ചിരിക്കുന്നത്. ആ വൃത്തികെട്ടവളുടെ ഗൗണിൽ വെള്ളിയും. ഇതനുസരിച്ച് 2 തുണികളുടെ അടിയിലും കറുത്ത തുണി വെച്ചിട്ടുണ്ട്. അതിൽ 2 പേരുടെ പേരുമുണ്ട്. പെട്ടെന്ന് പോയി അവൾക്ക് അവളുടെ ഗൗൺ അങ്ങ് കൊടുത്തിട്ട് വാ. അപ്പോൾ കണ്ടോ 2 മാന്ത്രിക തുണികളുടെയും പരിപാടി. അമ്മയും മകളും സന്തോഷത്തോടെ സിൽവർ ബട്ടണുള്ള ഗൗണും എടുത്ത് അവളുടെ അരികിലേക്ക് പോയി. മീനെ നോക്ക്, നിനക്ക് വേണ്ടി ഒരു ഗൗൺ തയ്ച്ചിട്ടുണ്ട്. വൈകിട്ടത്തെ പാർട്ടിക്ക് ഇതിട്ടോളൂ. വേണ്ട ചേച്ചി, ഇത് വിലയുള്ളതാണെന്ന് തോന്നുന്നു. ഇത് ചേച്ചി ഇട്ടോ, ചേച്ചിക്ക് നന്നായിരിക്കും. ഇന്ന് ചേച്ചിയുടെ ബർത്ത്ഡേ അല്ലേ? എനിക്ക് എന്താണ്, ഞാൻ എന്തെങ്കിലും ഇട്ടോളാം. നിനക്ക് ഒരു തവണ പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ലേ? എന്തു പറയുന്നോ അതങ്ങ് ചെയ്താൽ മതി. നിന്റെ ജീവിതത്തിൽ ഇനി ഇത്രയും നല്ല ഗൗൺ നിനക്കിടാൻ പറ്റില്ല. എന്തു ചെയ്യാനാ, ഞങ്ങൾ കുറച്ച് ദയാലുക്കളായിപ്പോയി. എല്ലാ ആളുകളുടെയും മുൻപിൽ നീ ഈ പരുവത്തിൽ വന്നു നിന്നാൽ എല്ലാവരും ഞങ്ങളെ തെറ്റിദ്ധരിക്കും. പോയി പെട്ടെന്ന് ഈ ഗൗൺ ധരിച്ച് തയ്യാറാകു. മീനയ്ക്ക് ആ വസ്ത്രം ധരിക്കാൻ ഒട്ടും താല്പര്യമില്ല. കാരണം അവൾക്കറിയാം വിനീതയെ അത് സന്തോഷത്തോടെ നൽകിയതല്ലെന്ന്. പക്ഷേ എന്നാലും അവൾ അത് ധരിച്ചു. മറുവശത്ത് രവീണ വളരെ സന്തോഷവതിയായിരുന്നു. ഹാ, എന്റെ ഗോൾഡൻ ബട്ടണുള്ള ഗൗൺ. ഇത് ധരിച്ചാൽ ഞാനാകും ശരിക്കും ദേവതയെ പോലെ. പിന്നെ റോണി തെന്റേതുമാകും. പിന്നെ ആ മീനയുടെ സൗന്ദര്യമെല്ലാം നഷ്ടമാകും. ഇന്ന് നല്ല തമാശകളൊക്കെ നടക്കും. ഇങ്ങനെ ചിന്തിച്ചതിനു ശേഷം രവീണ തന്റെ ഗൗണുമെടുത്ത് ഒരുങ്ങാനായി പോയി. അയ്യോ റോണിത് മോനെ, നീ വന്നോ? രവീണ നിന്നെക്കുറിച്ചിപ്പോ ചോദിച്ചതേ ഉള്ളൂ. പക്ഷേ രവീണ എവിടെ ആന്റി? അവൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാ. ശരിക്കും നല്ല രസമുണ്ട് കാണാൻ. എന്തു ഭംഗിയാ എന്റെ കൊച്ചിനെ കാണാൻ. അതുമല്ലാതെ ഇന്നത്തെ അവളുടെ ഗൗൺ, ദേവതയെ പോലെയുണ്ട് അത് കാണാൻ. ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ കാണാൻ പോകുകയല്ലേ? വിനീത പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ രോഹിത്തിന്റെ ശ്രദ്ധ അവിടെയല്ലായിരുന്നു. അവന്റെ നോട്ടം ഒരു സ്ഥലത്തേക്ക് തന്നെയായിരുന്നു. അവൻ മാത്രമല്ല, അവിടെ വന്ന എല്ലാവരും ഒരു ദിശയിലേക്കാണ് നോക്കിയത്. വിനീതയും അത് കണ്ട് ആ ദിശയിലേക്ക് തന്നെ നോക്കിയപ്പോൾ, എന്റെ ദൈവമേ, ഇതെന്താ ഇത്? ഇവൾ നേരത്തെക്കാൾ സുന്ദരിയായല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? ആന്റി, ആരാ ഇത്? ഇത്രയും സുന്ദരി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അയ്യോ, ഇവൾ സുന്ദരിയൊന്നുമല്ല. നിങ്ങൾ രവീണ ഇതുവരെ കണ്ടില്ലല്ലോ, അതുകൊണ്ടാ ഇങ്ങനെ പറയുന്നത്. ഇത് ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരിയാ.
ഇവളെ നോക്കണ്ട. മോൻ ഇവിടെ നിൽക്കും, ഞാൻ രവീണയെ വിളിച്ചോണ്ട് വരാം. അങ്ങനെ വിനീത രവീണയുടെ മുറിയിലേക്ക് പോയി. എന്നാൽ സാധനങ്ങളെല്ലാം താഴെ കിടക്കുകയായിരുന്നു. രവീണേ, എന്തു പറ്റി മോളെ, എന്തിനാ കരയുന്നത്? എപ്പോൾ രവീണ വിനീതയെ നോക്കിയോ, വിനീത പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. രവീണയുടെ മുഖത്ത് വലിയ രോമങ്ങൾ കിളിർത്തു. അവളുടെ കൈകളിലും രോമങ്ങൾ കിളിർത്തിരുന്നു. അവർ ചെയ്തതെല്ലാം അവർക്കു നേരെ തന്നെ വന്നു. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു? നിങ്ങളുടെ ആ ടൈലർ ഉണ്ടല്ലോ, അയാൾ തെറ്റായ വസ്ത്രത്തിൽ തെറ്റായ ബട്ടണാണ് വെച്ചത്. ഇവിടെ നോക്ക്, ഈ തുണിയിൽ മീനയുടെ പേരാണുള്ളത്. അത് നിങ്ങൾ എനിക്ക് തന്നു അമ്മേ. പറയുന്നത് ശരിയാണ്. വിതയ്ക്കുന്നതേ കൊയ്യാനും പറ്റൂ. രവീണ ചെയ്തതിന്റെ ശിക്ഷ അവൾക്ക് കിട്ടി. അവളുടെ ബർത്ത്ഡേ പാർട്ടിയിൽ തന്റെ മുഖമാരെയും കാണിക്കാൻ പറ്റിയില്ല.